അതിനെയുണ്ട് ലോകത്തിന് മുന്നിലാക്കിയപ്പോൾ ഇന്ന് ലോകം അവരെ ആദരിക്കുന്നു. അതിന് തെളിവ് ഇത് നമ്മുടെ യുവാക്കളെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ ഒരു സുന്ദര കേരളത്തെ, ദൈവീക കേരളത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഒന്നാമത്. രണ്ടാമത് ഗത ഒരു സുരക്ഷിതത്തിന്റെ പ്രതീകമാണ്. അത് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമാണ്. ഇവരുടെ സുരക്ഷിതത്വമാണ്, കുടുംബമാണ് സുരക്ഷിതത്വം. മുത്തശ്ശനിൽ നിന്നും വലന പഠിച്ച ആളാണ്, 4ാമത്തെ വയസ്സിൽ പഠിച്ച ആളാണ് മൈഥിലി ഠാക്കൂർജി. ഒരു മുത്തശ്ശനിൽ നിന്ന് കിട്ടി ഇവര് ബ്രദേഴ്സ് എല്ലാം ഒന്നിച്ചിരുന്ന് അങ്ങനെ കൾച്ചറിൽ വളർന്നതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിയത്. ഇത് മൈഥിലി ഠാക്കൂർജി ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ ആ മുത്തശ്ശന് കിട്ടുന്ന ആദരവാണ്, ഒരു അച്ഛനും അമ്മയ്ക്ക് കിട്ടുന്ന ആദരവാണ്. ഒരു കുടുംബമാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം. ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു വീടിന്റെ ശക്തി എന്നുള്ളത് ആ കുടുംബത്തിലുള്ള പരസ്പരം ആളുകളുടെ സ്നേഹമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ആ കുടുംബ സങ്കല്പം അകന്നുകൊണ്ടിരിക്കുന്നു. മൊബൈൽ എന്ന് പറയുന്ന ഒരു ആയുധം അവരുടെ കയ്യിൽ വന്നപ്പോൾ ഗത പോയി മൊബൈലായി മാറി. അതുകൊണ്ട് അവരുടെ ലോകത്തിലേക്ക് അവർ ചുരുങ്ങി. നമുക്ക് പറയണം, കുടുംബമാണ് ശക്തി, കുടുംബമാണ് സുരക്ഷിതത്വം, കുടുംബമാണ് ഐക്യം. That represents the base in the hands of Lord Vishnu. മൂന്നാമത്തത്, ആളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാകുന്നത് ഭക്തി കൊണ്ടാണ്. ഭക്തി കൊണ്ട് മാത്രമേ ഹൃദയം വികസിക്കുകയുള്ളൂ. ആ ഭക്തിയുടെ പ്രതീകമാണ് താമരപ്പൂ. ഭഗവാൻ വേണ്ടത് ഹൃദയം വികസിച്ചതാണ്. എല്ലാവരുടെ ഹൃദയം വികസിക്കും, അതിന് ഭക്തി വേണം. എത്ര ഭക്തിയുണ്ടോ അത്ര ഹൃദയം വികസിക്കും. ആ ഭക്തി കൊണ്ട് വികസിക്കുമ്പോഴാണ് ലോകത്തിൽ ഉള്ളതല്ല. ഭഗവാൻ നമ്മുടെ കൂടെ വരും. ഭക്തി കൊണ്ട് ഭഗവാൻ ഇങ്ങോട്ട് വരും. അതൊരു ശക്തിയാണ്. ഇത് ആ ശക്തി തെളിയിച്ച ആലീസ് ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. ജനിച്ചത് ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു, ഗുരുവായൂരപ്പന്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ആലീസിനെ എത്തിച്ചേരുന്നത്. അവർ കുറെ കാലമായി അവരുടെ ലളിതാസഹസ്രനാമം കൊണ്ടു നടത്തുന്നു. ആ ലളിതാസഹസ്രനാമം കൊണ്ടു നടന്നതാണ് അവരുടെ ശക്തി. അവരുടെ പല TV ചാനലിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ലളിതാസഹസ്രനാമം തന്ന ശക്തിയാണ് എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചത്. അപ്പൊ ഭക്തി കൊണ്ടേ ശക്തി കിട്ടുക. ആ ഭക്തി കൊണ്ടേ ഹൃദയം വികസിക്കും. ആ ഭക്തിയുടെ പ്രതീകമാണ് താമരപ്പൂ. നമ്മുടെ കുട്ടികളോട് പറയണം, ഭക്തിയാണ് ശക്തി. ഒരു കുടുംബമാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. The safetyness comes from the family and the strength comes from the heart within, and that too from the devotion. നമ്മുടെ deep devotion എത്ര സിൻസിയർ ആയിട്ട് നമ്മുടെ ഡിവോഷൻ കൊണ്ട് നടക്കുമോ ഭഗവാൻ കൈവിടില്ല. ഭഗവാൻ ഭക്തിയുള്ളവരുടെ മുന്നിൽ വരും. അപ്പൊ നമ്മൾ ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരും. കാരണം എന്താ വെച്ചാൽ എവിടെ